ഡാഡി മമ്മി വീട്ടിലില്ലാത്തതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വിലസി നടക്കുക അല്ലേ? ഡാഡി മാത്രമേ വീട്ടിലില്ലാത്തുള്ളൂ, മമ്മി വീട്ടിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ചേടാ ഇത് ഭയങ്കര കഷ്ടമായിപ്പോയല്ലോ. അവൻ പാതിരാത്രി കണ്ടു വരുന്നല്ലേ പറഞ്ഞിട്ട് പോയെ. അയ്യോ എന്ത് ചെയ്യും? എന്തേലും പറയണോ ഞങ്ങള്? വേണ്ട, ഞാൻ ചുമ്മാ വന്നതാ. അല്ല ചേട്ടനോട് പോവാ? ഞാൻ ഇരുമ്പനം വരെ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പുറത്തു പോകും. മെർലിനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? നീ എന്തിനാ വെറുതെ ഇവനെ പുറകെ നടന്നിങ്ങനെ കഷ്ടപ്പെടുന്നത്? വെറുതെ നിന്റെ സമയവും പാഴായി പോവാണ്, പ്രത്യേകിച്ച് പ്രയോജനവും ഇല്ല. ഞാൻ സത്യം പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ആലോചിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, പറ്റിപ്പോയില്ലേ. കേശു പുറത്തുപോയിന്ന് പറഞ്ഞിട്ട്? പുറത്ത് പോയില്ല, പോവാൻ പോവാ. നിനക്ക് പുറത്തു പോകാനുണ്ടെങ്കിൽ വിളിക്കുമ്പോ പറഞ്ഞൂടെ? ഞാൻ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? മെർലിനെ, സത്യം പറഞ്ഞാല് ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചില്ലേ, വിളിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പോ അകത്തോട്ട് വന്ന സമയത്താണ്, അല്ല അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്താണ് അളിയും പറയണത് നമുക്ക് പുറത്തു പോകാന്ന്. അപ്പൊ ടക്കനെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല, നീ വരണ കാര്യവും മറന്ന് അവൻ അളിയോട് പറഞ്ഞു ഞാൻ വരാളിയാന്ന്. നിന്നെ അവനങ്ങ് മറന്നു, നൈസായിട്ട് സൈഡാക്കി, അത്രേ ഉള്ളൂ. സത്യം ഇട്ടില്ല, ഞാൻ നിന്നെ വിളിച്ച് പറയാൻ വേണ്ടി ഞാൻ തുടങ്ങിയെന്താ ഫോണ് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ ഒന്നുമില്ല മെർലിനെ, ഞങ്ങൾ എവിടെ വരെ പോണേ? ഇരുമ്പരം വരെ പോയിട്ട് 1.5 മണിക്കൂർ ഞങ്ങൾ തിരിച്ചു വരും. അരമണിക്കൂർ? 1.5 മണിക്കൂർ. അരമണിക്കൂർ മതിയല്ലേ? നമ്മൾ പോയിട്ട് പറഞ്ഞ് നീ ഇവിടെ ഇരിക്കണോ നിക്കണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. മുത്തല്ലേ, മുത്ത വിടരി, ഞങ്ങള് പോയിട്ട് പറഞ്ഞു വാളിയാ. മുത്ത വിടരി, എന്റെ മുറ്റിന്റെ എന്റെ മുത്തൊരു മുത്തണ മെർലിനെ ഇപ്പൊ വരാവേ. കേശു സിദ്ധുവളിനും ഭയങ്കര കൂട്ടല്ലേ. സിദ്ധുവളിയും വിളിച്ചാ പിന്നെ അവൻ ആരെയും വേണ്ട. സിദ്ധുവളെ നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല, പക്ഷെ സിദ്ധുവളെ കേശുവിനെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അവര് പയ്യന്മാരല്ലയോ, അവര് തമ്മിൽ പോകാൻ വലിയ ഇഷ്ടം, അതുകൊണ്ടാ. പിന്നില്ലേ, കേശു വരുമ്പോ ഞാൻ അവനെ ചെറുതായിട്ടൊന്ന് വരട്ടും. കാര്യാക്കണ്ടേ, ചുമ്മാ ഒരു ഫൺ. மெர்லின், கேசு உங்ககிட்ட மட்டும்தான் அடங்கி போறது நான் பார்த்திருக்கேன். வேற யாருக்கிட்டையும் அவன் அடங்கவே மாட்டான். അതാണ് ലേഡീസിന്റെ പവർ. അതെ, കേശു എന്റെ കൊച്ചുമോനാ. അവൻ ആരുടെ മുന്നിലും അങ്ങനെ തോറ്റു കൊടുക്കത്തൊന്നുമില്ല. ഒരു പരിധി വരെയൊക്കെ അവൻ ക്ഷമിക്കും, അത് കഴിയുമ്പോ അവൻ അവന്റെ സ്വഭാവം കാണിക്കും. ഇനിയിപ്പൊ അളിയനും കൂടെ പ്ലാൻ ചെയ്ത് പോയതാണോ? അങ്ങനെ വരാൻ വഴിയില്ല. രണ്ടുപേരും കൂടെ പോണ പോക്കൊക്കെ കണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമുക്ക് കൊതിയാവും. ഒരു ദിവസം രണ്ടും കൂടെ തമ്മിൽ തല്ലി പിരിയും നോക്കി. ലച്ചു, ഞാൻ തമാശക്ക് പറഞ്ഞതാ, പിന്നെ മനുഷ്യന്മാരല്ലേ അമ്മൂമ്മേ, ചെറിയ ചെറിയ അടക്കങ്ങളും പിണക്കങ്ങളൊക്കെ ആവാലോ. ലച്ചു, എന്തോന്ന് അങ്ങനെയുള്ള തമാശ ഒന്നും പറയണ്ട. പറയുന്നില്ല, പ്രശ്നം തീർന്നില്ലേ?